ഹലോ ഗൈസ്, എല്ലാ മച്ചന്മാർക്കും വണ്ടിപ്പറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ ഗ്രാഫിക്സ് ആൻഡ് ലിവറി. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ബുൾജെറ്റിൻ്റെ വീഡിയോ ഇടാൻ തുടങ്ങിയത് മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിൻ്റെ ഗ്രാഫിക്സ് എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് ചെയ്യലൊക്കെ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിപ്രേമി എന്ന യൂട്യൂബ് ചാനലാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ ഗ്രാഫിക്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ ലിവറി കൂടി തരുന്നുണ്ട്. ആ ലിവറി നിങ്ങൾക്ക് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഗെയിമിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക, കാരണം ഇതിനൊരു പാസ്വേഡ് റെക്കോർഡ് ആയിട്ട് വരുന്നുണ്ട് ഈ ഫയലിന്. അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. ഈ രണ്ട് ഫയലുകളിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ രൂപത്തിലുള്ള PNG ഫോർമാറ്റാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മിനിയേച്ചർ ഉണ്ടാക്കുന്നവരാണെങ്കിലും ഗ്രാഫിക്സ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയിൽ ഗ്രാഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കൂടാതെ നമുക്കിത് ഇന്തോനേഷ്യയിലും നല്ല ക്ലാരിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഈ രണ്ട് ഫയലുകളും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിവറിയും ഗ്രാഫിക്സും ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ടിപ്രേമിയിലെ സായന്താണ്. അപ്പോൾ സായന്തനോടുള്ള ബിഗ് താങ്ക്സ് ആയെന്നാണ് അറിയിക്കുന്നത്. നമ്മുടെ സായന്താണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് വീഡിയോ എടുക്കുന്നത്. ഗൈസ്, ഈ വീഡിയോ നമ്മൾ ഏകദേശം 1 മാസത്തോളം മുമ്പേ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ നമ്മളത് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിരുന്നു 1 മാസം മുമ്പേ. പക്ഷേ ഇന്നാണ് അത് എടുക്കാൻ സമയം കിട്ടുന്നത്, കാരണം ഓരോരാൾക്കും അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ തിരക്കായി പോയി. ഈ ഗ്രാഫിക്സും ലിവറിയും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോ തന്നെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, അത് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് വരിക. അപ്പോൾ നമ്മളിത് ഗൂഗിൾ ക്രോമിൽ തന്നെ ഓപ്പൺ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കിത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഓപ്പൺ ഇൻ ക്രോം എന്ന് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ക്രോം സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഇൻ്റർഫേസ് ക്രോം ബ്രൗസറിൽ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സബ്സ്ക്രൈബ് ചാനൽ എന്നുള്ള ഒരു ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ക്രോം ബ്രൗസറിലേക്ക് വരിക. അപ്പോൾ ഗൈസ്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗെറ്റ് യുവർ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രോം തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്രാഫിക്സ് ആൻഡ് ലിവറി. അപ്പോൾ നിങ്ങൾക്ക് മിനിയേച്ചർ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഗ്രാഫിക്സ് ആണ് വേണ്ടതെങ്കിൽ ഗ്രാഫിക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ലിവറി വേണ്ടവർക്ക് ലിവറി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. രണ്ടും ഫ്രീ ആണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ടും ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഈ ഡൗൺലോഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലിവറി വേണ്ടവർ ലിവറി ഡൗൺലോഡ് ആക്കുക. മുകളിലെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രാഫിക്സും ലിവറിയും ഇപ്പോൾ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഈ 2 ഫയലുകളും റെയർ ഫോർമാറ്റിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ZArchiver എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഗൈസ്, എല്ലാവരും ആ ZArchiver എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് നമുക്കിവിടെ മെനു ബാർ കാണാൻ പറ്റും. അതിൽ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡൗൺലോഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഗ്രാഫിക്സും ലിവറിയും ഇവിടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. നമുക്ക് ഏതാണോ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്ട്രാക്ട് ഹിയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതിനൊരു പാസ്വേഡ് റെക്കോർഡ് ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് നമ്മൾ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ദയവ് ചെയ്ത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ ഫയൽ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രാഫിക്സ് എന്ന ഫോൾഡറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നെപ്പോളിയൻ്റെ പുതിയ ഗ്രാഫിക്സും പഴയ ഗ്രാഫിക്സും കാണാൻ പറ്റും. ഗൈസ്, നിങ്ങൾക്കിത് പ്രിൻ്റ് എടുക്കാൻ രൂപത്തിലുള്ള PNG ഫോർമാറ്റിലാണ് ഇതുള്ളത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ പുതിയ വണ്ടിയുടെ ഗ്രാഫിക്സ്. നമ്മുടെ ലിവറിയും ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ലിവറിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്ട് ഹിയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
നമ്മൾ നേരത്തെ ഗ്രാഫിക്സിന് ഉപയോഗിച്ച പാസ്വേഡ് തന്നെയാണ് ഇതിനും വേണ്ടത്. അപ്പോൾ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ലിവറിയുടെ എക്സ്ട്രാ ഡേ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഈ ബുള്ളറ്റിൻ്റെ പുതിയ വണ്ടിയുടെ ലിവറി. അപ്പോൾ പഴയ വണ്ടിയുടെ ലിവറി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതിലും നല്ല കിടലെങ്കിലും വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.